കൊല്ലമേരൂരിലും മോഷണം വ്യാപകമായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. മാസങ്ങൾക്ക് മുൻപ് സ്വർണവും പണവും കവർന്നതിന് പിന്നാലെ ആരാധനാലയങ്ങളിലും മോഷണം പെരുകുകയാണ്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പ്രതികൾ പോലീസിന്റെ അന്വേഷണ പരിധിക്ക് പുറത്തു തന്നെ. ആരു പൂട്ടിടും ഈ തസ്കര സംഘത്തിന്? 6 മാസങ്ങൾക്ക് മുമ്പ് വീടിന്റെ വാതിൽ തകർത്ത് 13.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. അതോടെ ഏരൂർ നിവാസികൾ മോഷ്ടാക്കളെ ഭയം തുടങ്ങി. തൊട്ടു പിന്നാലെയാണ് ആരാധനാലയങ്ങളിലും വീടുകളിലും മോഷണം നടന്നത്. പഴയേരൂർ മലങ്കര കാത്തലിക് പള്ളിയുടെ കുരിശടിയാണ് മോഷ്ടാക്കൾ തകർത്തത്. ബഞ്ചുകുറ്റിയിലുണ്ടായിരുന്ന പണം അപഹരിച്ചു. സമീപത്തെ വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമമുണ്ടായി. ഏകദേശം 3 പേരുണ്ടായിരുന്നെന്നാണ് അറിയുന്നത്. ആ സമയം ഏരൂർ പോലീസ് പാട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെ കാണുകയും പോലീസിനെ കണ്ട് ഈ പ്രതികൾ ചിതറി ഓടുകയും ആണ് ചെയ്തത്. നേരത്തെയും ഞങ്ങളുടെ ഈ കുരിശടിയിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നതാണ്. അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിരുന്നു. അന്ന് ഒരാളെ പ്രതിയായിട്ട് പിടിക്കുകയും പിന്നെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഈ പിക്ചറൊക്കെ കണ്ടിട്ട് അയാളാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. വീടിന്റെ വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ജീപ്പെത്തി. ജീപ്പ് കണ്ടതോടെ പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. പോലീസ് പിന്നാലെ പാഞ്ഞെങ്കിലും പൊടി പോലും കണ്ടെത്താനായില്ല. 2 ഡോറ് പൊളിച്ചകത്ത് കയറി അലമാരകളൊക്കെ കുത്തിപ്പൊളിച്ച് ഏകദേശം 13.5 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ടുപോയി. പോലീസ് കംപ്ലൈന്റ് ചെയ്തു. ഏകദേശം 5 മാസത്തിനും കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇതുവരെ പോലീസിന് അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പോലീസിന് ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് നാട്ടുകാർ നൽകിയതാണ്. എന്നാൽ പോലീസിന് തണുപ്പൻ സമീപനമാണ്. മോഷ്ടാക്കൾ നേരിട്ട് വന്നാലേ ഇനി പിടികൂടുകയുള്ളൂ എന്നാണ് പോലീസിനോടുള്ള നാട്ടുകാരുടെ ചോദ്യം.